ഗ്രാൻഡ് ഇൻ എയ്ഡഡ് സ്ഥാപനങ്ങൾ സ്വന്തമായി പണം കണ്ടെത്തണമെന്ന ധനകാര്യ വകുപ്പിന്റെ ഉത്തരവ് പിൻവലിക്കാൻ നീക്കം. CPM നേതാക്കളുടെ സമ്മർദ്ദത്തെ തുടർന്നാണ് തീരുമാനം. ധനകാര്യ വകുപ്പിന്റെ അനുമതിയില്ലാതെ നിയമനവും ശമ്പള നിർണയവും സ്ഥാപനങ്ങൾ നടത്തുന്നത് സർക്കാരിന് അധിക സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കുന്നുവെന്ന കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഉത്തരവ്. ഗ്രാൻഡ് ഇൻ എയ്ഡഡ് ജീവനക്കാർക്ക് ശമ്പളം നൽകാൻ തുക സ്ഥാപനങ്ങൾ തന്നെ കണ്ടെത്തണമെന്ന ഉത്തരവാണ് പിൻവലിക്കാൻ മന്ത്രിതലത്തിൽ നീക്കം നടക്കുന്നത്. ധനകാര്യ വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി A. ജയതിലക് ഇറക്കിയ ഉത്തരവാണ് പിൻവലിക്കാനൊരുങ്ങുന്നത്. പാർട്ടിയിൽ നിന്നുള്ള ഉന്നതരുടെ സമ്മർദ്ദത്തിന്റെ ഫലമായാണ് പിൻവലിക്കൽ നീക്കം. ഉത്തരവിനെതിരെ മറ്റു വകുപ്പുകളും രംഗത്തെത്തി. ധനകാര്യ വകുപ്പിന്റെ അനുമതിയില്ലാതെ സ്ഥാപനങ്ങൾ തന്നെ തസ്തികകൾ സൃഷ്ടിച്ച് നിയമനവും ശമ്പള നിർണയവും നടത്തുന്നത് സർക്കാരിന് വലിയ സാമ്പത്തിക നഷ്ടം ഉണ്ടാക്കുന്നു എന്നായിരുന്നു കണ്ടെത്തൽ. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ധനകാര്യ വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി ഉത്തരവിറക്കിയത്. ഉത്തരവ് പ്രാബല്യത്തിൽ വന്നാൽ നിരവധി CPM പ്രവർത്തകർക്ക് ജോലി നഷ്ടമാകും. ഇതാണ് ഉത്തരവ് പിൻവലിക്കാൻ സമ്മർദ്ദം ചെലുത്തുന്നതിന്റെ കാരണം. വിവിധ വകുപ്പുകളിലായി 200-ലധികം ഗ്രാൻഡ് ഇൻ എയ്ഡഡ് സ്ഥാപനങ്ങളാണ് നിലവിലുള്ളത്. സാംസ്കാരിക വകുപ്പിന് കീഴിൽ മാത്രം 27 ഗ്രാൻഡ് ഇൻ എയ്ഡഡ് സ്ഥാപനങ്ങളുണ്ട്. സ്പോർട്സ് കൗൺസിൽ അടക്കമുള്ള പല സ്ഥാപനങ്ങളിലും നിലവിൽ ശമ്പളം മുടങ്ങിയ സ്ഥിതിയാണ്. ഈ സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രിയെയും ധനകാര്യമന്ത്രിയെയും സമ്മർദ്ദം ചെലുത്തി ഉത്തരവ് പിൻവലിക്കുവാനുള്ള നീക്കം നടക്കുന്നത്. ജനം, തിരുവനന്തപുരം.